ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ സാധാ ഒരു ചോറും കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യം കറിക്കാവശ്യമായിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ പറിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ മുരിങ്ങയില. അപ്പോൾ ഇന്നിത് വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ കുറച്ച് കൂട്ടാനും കാര്യങ്ങളൊക്കെ അധികം ഉണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിയിടുക. വെള്ളം തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അരി കഴുകിയെടുക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ അരി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ പിന്നെ നേരത്തെ തന്നെ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചോറും കറിയും വെക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനൊക്കെ പോയി കേട്ടോ. അപ്പോൾ പിന്നെ ചോറും കൂട്ടാനൊക്കെ ആക്കാൻ പോലെ ഉണ്ടാക്കാമെന്ന് കരുതി കണ്ടാണ് കേട്ടോ പിന്നെ ചോറും കൂട്ടാനും വെക്കാൻ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ തന്നെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവിടെ മൂടി വെച്ചാണ് കേട്ടോ. ഇനി അതവിടെ വേകുന്ന സമയം കൂടെ നമുക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. പരിപ്പും മുരിങ്ങയും കൂടിയുള്ള കറിയാണ് വെക്കാൻ വേണ്ടി പോണത്. അപ്പോൾ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് കേക്കിയെടുത്തതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഇത് നമുക്ക് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് 2 വിസിൽ വരുന്ന സമയം കൂടെ നമുക്ക് മുരിങ്ങയിലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ക്ലീൻ ആക്കാൻ. പ്രത്യേകിച്ച് ചെറിയ പുയ്ക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം തന്നെ അതിന് വേണം. അപ്പോൾ നല്ലപോലെ നോക്കിയതിൻ്റെ ശേഷമാണ് ഞാനിത് ക്ലീൻ ആക്കണം. ആ സമയം നമ്മുടെ മീനതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മുരിങ്ങയിലൊക്കെ ഊരി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മീൻ അപ്പോൾ പിന്നെ തണുപ്പൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കത്രിക വെച്ചിട്ട് നമുക്ക് ഈ മീനൊന്ന് നന്നാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ കത്രിക വെച്ചിട്ടാണ് ചെയ്തേക്കണത്. അപ്പോൾ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ലപോലെ റെഡിയാക്കി എടുക്കട്ടെ. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് മത്തിയും അതുപോലെ തന്നെ അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് അയില മീൻ എടുത്തിട്ടാണ് ചെയ്യണത്. പിന്നെ മത്തി ഒന്ന് മസാലയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് മാറ്റി വെക്കാണ്ട് ചെയ്യണത്. ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് പൊരിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം റൈസ് കുക്കറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പും വെന്തിട്ടുണ്ട്. അപ്പോൾ അത് തീ ഓഫാക്കി വെച്ചു. ഇനി മീനിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. കുറച്ച് 2 തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെയാണ് ഇട്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ മീനിക്ക്. അപ്പോൾ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാശ്മീരി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മസാല റെഡിയാക്കുകയാണ്. നല്ലപോലെ ഒന്ന് മസാല മിക്സ് ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ ഓരോന്നോരോന്ന് നമുക്കതിൻ്റെ മസാല അതിലേക്ക് തേച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ തേച്ചിട്ട് അയില മീൻ ആദ്യം മാറ്റി വെക്കുകയാണ്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ മത്തിയാണ് കേട്ടോ മസാല പിടിപ്പിക്കാൻ വേണ്ടി പോണത്. പിന്നെ അതിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മത്തിയിലും മസാല തേച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ മത്തി മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയം കൂടെ നമ്മളെ പരിപ്പും കറി അവിടെ ആയിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തതിൻ്റെ ശേഷം പരിപ്പും കറി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ആ തിളച്ച് വരുന്ന സമയം കൂടെ മുരിങ്ങയില നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് മുരിങ്ങയില അതിലേക്കാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ പരിപ്പും കറിയിൽ നമ്മുടെ മുരിങ്ങേൻ്റെ ഇല ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് റെഡിയായി വരട്ടെ.
അതിന് വേണ്ടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ സാധാരണ കറിയിൽ അരിഞ്ഞിട്ടല്ലേ തൂമിക്കാറുള്ളത്. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ഉരലിൽ വെച്ചിട്ട് കുത്തി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കുത്തിയെടുക്കുകയാണ് ഉള്ളി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയും പരിപ്പും കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേഗം വേറെ അടുപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ ചട്ടി വെച്ചെടുത്തിട്ട് കറി തൂമിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചട്ടി ചൂടായി വരട്ടെ. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയിലേക്ക് ഇങ്ങനെ ഉള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞ് ഇടുന്ന അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉള്ളി ഒന്ന് ചതച്ച് കുത്തി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ കറിവേപ്പിൻ്റെ ഇല ഇടുമോ ഇല്ല എനിക്കറിയില്ല, ഇടുന്നോൾക്ക് ഇടാം. പക്ഷേ ഞാനിവിടെ ഇടാറുണ്ട് കേട്ടോ. പ്രത്യേകതരം ടേസ്റ്റാണ് എൻ്റെ കറിയിൽ. അപ്പോൾ അതങ്ങനെ ഉള്ളി കുത്തി വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതുപോലെ തന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വേറെ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. മീൻ വറുത്തെടുക്കണം. ചട്ടി നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ആദ്യം തന്നെ 2-3-4 തണ്ട് കറിവേപ്പിൻ്റെ ഇല വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല എല്ലാവർക്കും കൂട്ടിയെടുക്കുമ്പോൾ. എനിക്കിഷ്ടമാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇലൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മീൻ മൊത്തം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി മസാലകളൊക്കെ മീനിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു ഉപ്പേരി റെഡിയാക്കി എടുക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഒന്ന് തോല് കളഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ നേരം ഇത് അരിഞ്ഞ് എടുത്തിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പ്രത്യേകിച്ച് ടൈമും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വേഗം എളുപ്പം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പണിയാണിട്ടത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യൽ സാധാ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിയതുകൊണ്ട് വേഗം മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊന്നും പാരേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതുപോലെ ഒന്ന് എന്താ പറയുക, അധികം ഒന്ന് അരച്ചെടുക്കാതെ ചെറിയ രീതിയിലൊന്ന് കറക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ രീതിയിൽ നമുക്കത് കിട്ടും. ആ സമയം കൊണ്ട് നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കണ്ട് തിരിച്ച് മറിച്ചൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയം തീയൊന്ന് സിമ്മിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ മീൻ റെഡിയാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അടുപ്പിൽ നമുക്ക് ഉപ്പേരി റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ എന്താ പറയുക, ഈ വെളിച്ചെണ്ണ ഇങ്ങനെ പൊട്ടി തെറിച്ച് കുറച്ച് വെള്ളക്കുമിളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതില്ലാതിരിക്കാനാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നമ്മുടെ മേത്തേക്കൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും പാടെ കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ 2 പച്ചമുളക്, ഒരു പച്ചമുളകാണ് ഞാൻ കീറിയിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നേരത്തെ കുറച്ച് ഉപ്പല്ലേ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ അവനാരെ പാകത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അവിടെ വേഗത്തെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചമ്മന്തി റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ചമ്മന്തിയാണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ കുറച്ച് തേങ്ങ, കുറച്ച് പുളി, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് സുർക്ക, മുളകും പൊടി, ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് അരച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളും നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറ് കഴിക്കാൻ പ്രത്യേകിച്ച് കൂട്ടാനും കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചമ്മന്തിയാണ്. ബീട്രൂട്ടൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയം നമ്മൾ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിനു, അത് കഴിക്കാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ആ തേങ്ങയും കൂടെ അതിലൊന്ന് മിക്സ് ആയതിന് ശേഷം ഒന്ന് വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചതിന് ശേഷം മാറ്റി വെക്കാം കേട്ടോ. പിന്നെ എന്താ ഫ്രിഡ്ജിലൊരു തൈരിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ കുറച്ച് തൈരും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അത് പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നല്ല ചെറിയ രീതിയിൽ കുനുകുനാക്കിയൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, മുളക് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. തക്കാളിയും അതുപോലെ ഉള്ളിയും കൂടിയാണ് ഞാൻ തൈരിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ അതാ നമ്മുടെ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. പപ്പടവും കാര്യങ്ങളൊക്കെ പൊരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചോറൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചപ്പോൾ നമ്മുടെ ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് വാർത്ത് വെച്ചിട്ടാണ് ഞാൻ പപ്പടം പൊരിച്ചിട്ട് എടുക്കണത്. അപ്പോൾ നമ്മുടെ പപ്പടങ്ങളെല്ലാം പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ചോറ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ചോറും കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ പൊരിച്ചത്, ഉപ്പേരി, ചമ്മന്തി, പപ്പടം, നമ്മുടെ മുരിങ്ങയും പരിപ്പും കറിയും. പിന്നെ ഇതാ ഞാൻ ഇന്നാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. നല്ല മുളക് അച്ചാർ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ തൈരും ഇതെല്ലാം അതും പാടെ എടുത്ത് റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുക. നമുക്ക് ആദ്യം തന്നെ ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ അതാ അതിലേക്ക് കുറച്ച് കറിയും കൂടി ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ അതാ നമ്മളെ മീനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം, ഉപ്പേരി, ഇതൊക്കെ പാടൊന്ന് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇതാ ഉപ്പേരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൈര് ഒക്കെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ ചോറ് നല്ലപോലെ ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് കേട്ടോ അത്. കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട കറികളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ചോറുന്ന ഒരു സമാധാനമല്ലേ. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ട കറികളും കൂട്ടാനൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ എൻ്റെ വീഡിയോ വീണ്ടും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു സാധാ ചോറും കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ചോറ്, അതുപോലെ മീൻ, നമ്മുടെ ചമ്മന്തി, തൈര്, ഇതാ അതിലേക്കൊരു മുളകും ഒരു പപ്പടത്തിൻ്റെ പൊട്ടും കുറച്ച് ഉപ്പേരിയും കൂടി വെച്ചിട്ട് ഈ ചോറാണ്ട് തിന്നാനുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം വേറെ വീഡിയോയിലൂടെ.